ഗൈസ്, ജിനു എവിടെ? ജിനു എവിടെ? ജിനു ഇസ് മിസ്സിംഗ്. ജിനു ഇസ് മിസ്സിംഗ്. ഞാൻ മിസ്സിംഗ് ഒന്നുമല്ല. 37 ആഴ്ചയായി. ഓക്കെ. ഇതുവരെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അതെ. ഓക്കെ. അപ്പൊ ബേബിക്കുള്ള ഹോസ്പിറ്റൽ ബാഗിന്റെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാണിക്കണത്. ഓക്കെ. അപ്പൊ ബേബിക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്. ഇനി എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്, പാർട്ട്ണർക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, എനിക്കുണ്ട്. അപ്പൊ നമുക്ക് ലിസ്റ്റ് ഉണ്ടോ കയ്യില്? ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ലിസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ലിസ്റ്റ് ഞാൻ ഇന്ന് വായിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മള് ഈ കടയിലൊക്കെ പറയുന്ന പോലെ അരി 1 കിലോ പറയും. ഇങ്ങനെ പഞ്ചാര 100 അപ്പൊ അതിനനുസരിച്ച് എടുത്ത് വെച്ചോളണം കേട്ടോ. ഓക്കെ. പെട്ടിക്ക് ഇപ്പൊ വെക്കുവല്ലേ? നമുക്ക് ഇപ്പൊ തന്നെ ഡയറക്റ്റ് പെട്ടിയിലേക്ക് വെച്ചേക്കാം. ഓക്കെ. ഇതാണ് ബേബിക്കുള്ള പെട്ടി. പെട്ടി റെഡി. എംറ്റിയാണ്. അപ്പൊ മമ്മിക്കുള്ള പെട്ടിയാ? മമ്മിക്കുള്ള പെട്ടി അപ്പുറത്തുണ്ട്, വലിയ പെട്ടി, ഇത്തിരി കൂടെ വലുത്. നിങ്ങൾ ട്വിന്നിംഗ് ആണോ കളർ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ലിസ്റ്റ് ഞാൻ വായിക്കാം. ഓരോ ഐറ്റംസ് എടുത്ത് പെട്ടിയിലേക്ക് ഇപ്പൊ തന്നെ പാക്ക് ചെയ്തോ. ഓക്കെ. ബോഡി സ്യൂട്ട്സ്, വെസ്റ്റ് ആൻഡ് സ്ലീപ്പ് സ്യൂട്ട്സ്. ഓക്കെ. അപ്പൊ ബോഡി സ്യൂട്ട് അല്ലെങ്കിൽ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് പാമ്പറിന് മേലെ നമ്മൾ ഉള്ളിലിടുന്നതാണ്. ഇത് 2 എണ്ണം നാട്ടിൽ നിന്ന് അമ്മ കൊടുന്ന മറ്റേ നാട്ടിലെ ജബ്ലയുണ്ട്. അല്ലെങ്കിൽ ബോഡി സ്യൂട്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വെസ്റ്റ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇങ്ങനത്തെ കുറച്ച് അധികം ഉണ്ട്. എത്ര എണ്ണം വേണം നമുക്കറിയില്ല, എന്നാലും പക്ഷെ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് കുറച്ച്. ഇനി സ്ലീപ്പ് സ്യൂട്ട് എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇടുന്നതാണ്. ഇവിടുത്തെ ചൂടായതുകൊണ്ട് എത്രത്തോളം ഇടുമെന്ന് അറിയില്ല. പക്ഷെ സ്ലീപ്പ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്, കൈയും കാലും അങ്ങനെ ഉള്ളത്. അപ്പം അതൊരു 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം വായിക്കട്ടെ. ഹോം കമ്മിങ് ഡ്രസ്സ് നമ്മൾ തീരുമാനിച്ചില്ല, പക്ഷെ ഞാൻ 1-2 ഡ്രസ്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും ഇവിടെ വെക്കുകയാണ്. അത് തന്നെ. ഒരു ദിവസത്തെ ട്രിപ്പ് ആണെങ്കിലും അല്ല, ബേബി എത്ര വലുപ്പം ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ പല സൈസിലുള്ള ഡ്രസ് എടുത്ത് വെച്ചേക്കാം. അവരിത്തിരി വലുതും എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഞാൻ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ബേബി ഗേൾ ആയതുകൊണ്ടാണോ റെഡ്? അല്ല, ഐ മീൻ പിങ്ക് അല്ല, പിങ്കിഷ്. ഇത് പിങ്ക് ആണ് ഉള്ളില്. വേറെ ഉണ്ട്, ഇവിടെ വേറെ പിങ്ക് ഉണ്ട്. അടുത്ത ഐറ്റം വായിച്ചോട്ടെ. ഹാറ്റ് അധികമില്ല, 2 ഹാറ്റ് ഉണ്ട് ഇവിടെ. ഇതൊന്ന് എങ്ങനത്തെ വേണമെന്ന് അറിയില്ല, അതുകൊണ്ട് 2 എണ്ണം എടുത്തു. സ്ക്രാച്ച് മിറ്റൻ അത് ബേബിക്ക് നഖം ഉണ്ടാവും എന്നാണ് പറയണേ. അതുകൊണ്ട് കയ്യിലിടുന്ന അതൊരു 3 എണ്ണം ഉണ്ട്, അത് വെക്കുന്നുണ്ട്. സോക്സ് നമ്മുടെ അടുത്തുണ്ട്. അതറിയില്ല, പക്ഷെ ലിസ്റ്റിലുള്ളതുകൊണ്ട് നമ്മൾ എടുക്കുവാണ് കേട്ടോ സോക്സുകൾ. അല്ല, ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് അത് വേണ്ട. അല്ല, നമ്മളിപ്പോ തൽക്കാലം ഒരു പാക്കറ്റ് എടുക്കുന്നുള്ളൂ. ഇത് 22 എണ്ണം ഉണ്ട്. വേറെ നമ്മുടെ അടുത്തുണ്ട് കാഡിയിലൊക്കെ. അപ്പൊ അധികം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങുവോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കുകയോ ചെയ്യാം. വൈപ്സ് 2 എണ്ണം ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട്. കോട്ടൺ വൂളല്ല, കോട്ടൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ വൈപ്സ് ആയിരിക്കും യൂസ് ചെയ്യാം. അപ്പം അത് ജസ്റ്റ് ഒരു ബാക്കപ്പ് തുടയ്ക്കാം. ആക്ച്വലി വൈപ്സ് ആയിരിക്കും മോസ്റ്റ്ലി യൂസ് ചെയ്യാം. ഇത് ബാക്കപ്പ് എടുത്തു മാത്രം. ഇത് എന്താ പറയുക, ഛർദിൽ പോലെയൊക്കെ നമ്മൾ തുടയ്ക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ചെറുത് ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പം അത് വെക്കുകയാണ്. ഉപയോഗിക്കാനാ തോന്നണേ. ഇത് ഇത്രയും കൂടെ വലുപ്പമുള്ള മസ്ലിൻ ക്ലോത്ത് ആണ്. അപ്പം ഇതൊരു ചെറുതാണ്. അപ്പോൾ അതൊരു 3 എണ്ണം, ഇതൊരു 4 എണ്ണം ഉണ്ട്. അപ്പം എത്ര എണ്ണം വേണമെന്ന് അറിയില്ല. അപ്പം നമ്മളൊരു 3-4 എണ്ണം എടുക്കുകയാണ്. അടുത്ത ഐറ്റം കേട്ടോ, മെയിൻ ഐറ്റം. അത് ഉണ്ടെങ്കിലേ നമുക്ക് കുഞ്ഞുമാവനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനി ഗസ്? യെസ്. എന്താണത്? കാർ സീറ്റ് അല്ലേ? എവിടെ നമ്മുടെ കാർ സീറ്റ്? നമ്മുടെ കാർ സീറ്റ് ഇവിടെ. അത് എടുത്തു വെച്ചിട്ടുണ്ട്, പോകുമ്പോ എടുക്കാം. കാറിലേക്ക് പിടിപ്പിക്കണം. നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോവാൻ. പിന്നെ അടുത്തത് ബ്ലാങ്കറ്റ് ഓർ ഷോൾ. ഒരു ബ്ലാങ്കറ്റ് എന്നൊക്കെയാണ് അവർ എഴുതിയിരിക്കണെങ്കിലും നമുക്ക് അറിയാൻ മേലാത്തത് കൊണ്ട്
നമ്മള് ഒരു സെല്ലുലാർ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പ് ഉള്ള പോലത്തെ, ബ്രീത്തിങ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ. പിന്നെ 2 ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതും കൂടെ എടുക്കുന്നുണ്ട്. അത് അഡീഷണൽ ആയിട്ട് അതെ. ഇത് 2 ബിബാണ് കഴുത്തിൽ കേട്ട ഫീഡ് ചെയ്യുമ്പോ ഒക്കെ. ഇത് അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ആരൊക്കെ പാക്ക് ചെയ്യുന്ന കണ്ടോണ്ട് നമ്മളെടുത്തു. ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് നോക്കിയാണ് വായിച്ചോണ്ടിരിക്കണേ. അതും പോരാതെ നമ്മുടെ കയ്യിൽ നിന്ന് 2-3 ഐറ്റം കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ? ലിസ്റ്റ് മാറ്റി വെച്ചേരെ. ഇനി പാലുണ്ടാവും നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള പാലിന്റെ ഒരു 3 എണ്ണം. അത് ഇൻ കേസ് നമ്മള് ഫോർമുല പോലെ ഇൻ കേസ് പാലില്ലെങ്കിൽ കൊടുക്കാനായിട്ട് ഒരു 3 എണ്ണം വേറെ ഉണ്ട്. നമുക്ക് ആവശ്യം വന്നാൽ എടുക്കാം. പിന്നെ ഉള്ളത് ഒരു ബാഗിലാക്കിയിട്ട് നമ്മൾ ഇടാന്നാണ് വിചാരിക്കണേ. ചെറിയൊരു സുഡോ ക്രീം, ഈ റാഷ് വരുമല്ലോ, അപ്പൊ അതിന് തേക്കാനായിട്ട്. ഇതും അതിന്റെ ഒരു മിനിയേച്ചറാണ്. ഒരു വാസ്ലിൻ കുഞ്ഞിനാണ്. സുഡോ ക്രീമും കുഞ്ഞിനാണ്. ഇത് നമ്മുടെ മിഡ് വൈഫ് പറഞ്ഞ ഒരു ടിപ്പിന് വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ മെക്കോണിയം ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അപ്പൊ അതിന് കുഞ്ഞിന്റെ ആദ്യത്തെ ഇത്തിരി സ്റ്റിക്കിയാണ്, കാറ് പോലെയാണ് എല്ലാരും പറഞ്ഞത്. അപ്പൊ നമ്മുടെ മിഡ് വൈഫ് പറഞ്ഞു വാസ്ലിൻ ഉണ്ടെങ്കിൽ ഒന്ന് പുരട്ടി കൊടുത്താ ഇത്തിരി തുടച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പൊ ഞാനൊരു ചെറിയ ഇത്തിരി എടുത്തിട്ടുണ്ട് അത്. പിന്നെ ഒരു സ്പെസിഫയർ, പിന്നെ ബോഡി ലോഷൻ. അതിന്റെ ആവശ്യമില്ല, പക്ഷെ ഒരു മിനിയേച്ചർ ഉള്ളതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. അതിന്റെ ആവശ്യം വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് ഞാനൊരു കാൽപോള് മേടിച്ചു ഇൻഫന്റിനുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് നമ്മളെവിടെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ അതേ ഫീലിംഗ് എനിക്ക് തോന്നുന്നത്. ആവശ്യമില്ല, പക്ഷെ എടുത്തേക്കാം. ഇനി എങ്ങാനും ആവശ്യം വന്നാലോ 3 ചെരുപ്പ്, ഒരു 2 ദിവസത്തെ ട്രിപ്പിൽ 3 ചെരുപ്പ്, 3 ഷൂസ്. അപ്പൊ അത് ഈ ഇതൊക്കെ കൂടിയിട്ട് ചെറുതായതുകൊണ്ട് മിസ്സാവേണ്ട ഞാൻ ബാഗിലിടുവാണ്. പിന്നെ 2 ബോട്ടില്. ഇതൊരു ബലത്തിനൊരു പമ്പാണ്, ഹാൻഡ്. ഇത് ഇനിയൊരു സാധനം ഉണ്ട്, അത് അവിടെ നിന്ന് എടുക്കൂ, അങ്ങോട്ട് എടുക്കൂ. നമുക്ക് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് കൊളസ്ട്രോൾ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതുവരെ കളക്ട് ചെയ്തിട്ടില്ല, പക്ഷെ അത് മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു 37 വീക്സ് നമ്മളിപ്പോൾ ആയി. ഇപ്പോൾ തൊട്ട് നമുക്ക് പതിയെ എക്സ്പ്രസ് ചെയ്ത് ഇതിൽ സിറിഞ്ച് പോലെ ഈ ഇതിൽ കാണുന്ന ഈ ബ്ലൂ ബോക്സ് ഇത്തിരി വലുതാണ്. ഇതിലേക്ക് കളക്ട് ചെയ്ത് ഈ സിറിഞ്ചിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് എത്ര ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യണം അറിയില്ല, ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാതെ ഒരു മണ്ടനും മണ്ടി -18 എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. അപ്പം എന്തായാലും നമ്മളത് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യണം. ഇനിയിപ്പോൾ 37 വീക്ക് ആയല്ലോ. അപ്പോൾ അത് ഇത് നമുക്ക് ഒരെണ്ണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നു, ഡയബറ്റീസ് DM ഉള്ളതുകൊണ്ട്. നമ്മൾ ഡയറ്റ് കൺട്രോളിലാണ്, എന്നാലും തന്നു. പിന്നെ ഒരെണ്ണം നമുക്ക് നമ്മുടെ മിഡ് വൈഫും തന്നു. അപ്പോൾ അതിലൊരു 4-8 കുഞ്ഞ് സിറിഞ്ചുകളുണ്ട്. അപ്പോൾ അതിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുമ്പോൾ അതൊരു കൂൾ ബാഗ്, ഐസ് ബാഗിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് നേരെ അവിടുത്തെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ അവിടുത്തെ നഴ്സിൻ്റെ അടുത്ത് കൊടുത്താൽ നമ്മുടെ പേരൊക്കെ എഴുതി ഒട്ടിക്കും. അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും ഷുഗർ കുറവ് ഉണ്ടാവുകയോ ഇനിയിപ്പോൾ നമുക്ക് പാലില്ലാണ്ടാവുകയോ വന്നാൽ കൊടുക്കാനായിട്ട് കിട്ടുമോയെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈം മദറാണല്ലോ, അപ്പോൾ ട്രൈ ചെയ്യണം. അപ്പോൾ അത് കാരണം ഇത് ഓർക്കാൻ വേണ്ടി ഇവിടെ വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേബിയുടെ ബാഗ്. അത് വെക്കുകയാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ ബേബിയുടെ സെറ്റായി. അടയ്ക്കാം. പെട്ടി തുറക്കുന്നില്ല, പെട്ടി സെറ്റാണ്. ഇത് ഇപ്പോൾ തൽക്കാലം വെക്കാം, പക്ഷെ നമ്മൾ കൊളസ്ട്രോൾ കളക്ട് ചെയ്താൽ ഫ്രീസറിലേക്ക് മാറ്റും. എന്നാൽ ഇതങ്ങ് അടയ്ക്കാം. അപ്പോൾ പാക്കിംഗ് ഡൺ. അങ്ങനെ ബേബിയുടെ പെട്ടി റെഡി. പെട്ടി റെഡി. ഇനി നമ്മുടെ പെട്ടി, എനിക്കുള്ള പെട്ടി അത് എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ വേണ്ട, കാരണം അമ്മയുടെ പെട്ടി നമുക്ക് അറിയില്ല.
അതൊരു വേറെ ലെവൽ പെട്ടിയായിരിക്കും. അതല്ലേ, അതിൽ ഒരു ലോഡ് ഐറ്റമാണ് വരാൻ പോണത്. അതുകൊണ്ട് അമ്മയുടെ പെട്ടി വിൽ ടേക്ക് ടൈം. അതുകൊണ്ട് അമ്മയുടെ പെട്ടി വേറെ വീഡിയോ. പിന്നെ ഉള്ളത് പാർട്ട്ണറിന്റെ പെട്ടി. പാർട്ട്ണർക്ക് വേറെ പെട്ടിയൊന്നും ഇല്ല, അമ്മയുടെ പെട്ടിയുടെ മൂലയ്ക്ക് ഇവിടെ അലമാരയിൽ പോലും എനിക്ക് രണ്ട് തട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഒരു വാർഡ്രോബിൽ പോലും എനിക്ക് 2 തട്ട്. അതേ അവസ്ഥ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും. എനിക്ക് പെട്ടി പോലും ഇല്ല. കൊച്ചിന്റെ പെട്ടിയിലോ നിന്റെ പെട്ടിയിലോ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം. ഓക്കെ, അപ്പൊ നമുക്ക് മമ്മിയുടെ പെട്ടി അടുത്ത വീഡിയോയില്. ഓക്കെ ബൈ. ബൈ.